നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പാലായിലെ ജനതാ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ്. അപ്പം 4 മണി ടൈമിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. വൈകിട്ടത്തെ ഒ പി ആണ്. അപ്പം നമ്മൾ ഇച്ചിരി നേരത്തെയാണ് കേട്ടോ ഇറങ്ങിയത്. ഡോക്ടർ വന്നിട്ടില്ല. ടോക്കണൊക്കെ എടുത്തു. 4ാമത്തെ ടോക്കണാണ് കേട്ടോ. അപ്പം നമ്മൾ ടോക്കണൊക്കെ എടുത്ത് അവിടെ തന്നെ ചായയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നേ. കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ അവളുടെ ചെവിയുടെ പുറകിലായിട്ട് ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു എന്തോ ഒരു എല്ലിങ്ങനെ മാറുന്ന പോലെ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതെന്തോ ഒരു പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതൊരു ടെൻഷനായിരുന്നു. എന്താ സംഭവം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ജനതായിലെ ഡോക്ടറാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടറാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരുന്ന് റിട്ടയർഡായ ഡോക്ടറാണ്. അപ്പം ചേച്ചിമാരുടെ പിള്ളേരെയും പിന്നെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ പിള്ളേരെ കാണിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡോക്ടറെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ അതിന് മുന്നേ ഈരാറ്റുപേട്ടയിൽ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് പനിയൊക്കെ ആണെങ്കിലും ഈ ഡോക്ടറെയാണ് കേട്ടോ വന്ന് കാണുന്നത്. നല്ല മരുന്നാണ്, പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും കേട്ടോ. നല്ല ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മണ്ണൊക്കെ തലയിൽ വാരിയിടുമ്പോഴേ ചെറിയ ഇൻഫെക്ഷൻ പോലെ ആയതിൻ്റെ നീരാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനൊരു ഷാമ്പൂ തന്നിട്ടുണ്ട്. ആഴ്ചയിൽ 1 വെച്ച് യൂസ് ചെയ്തിട്ട് 1 മാസം കഴിയുമ്പോൾ വരണമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് നമ്മുടെ ഭരണങ്ങാനം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് പോണേ. അപ്പം നമ്മൾ ഭരണങ്ങാനം പള്ളിയിൽ കയറിയിട്ടുണ്ടേ. അപ്പം പെരുന്നാളായിരുന്നു. പെരുന്നാളിന് വരാനൊന്നും സാധിച്ചില്ല. ഇനിയിപ്പം എന്നാൽ പോയ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. തലേ ദിവസമായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ ചെല്ലുന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്തായാലും നല്ല തിരക്കുണ്ടാവും കേട്ടോ. പല ആൾക്കാരൊക്കെ വരുന്നതായിരിക്കുമേ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന സമയം വൈകിട്ടായതുകൊണ്ട് കുർബാനയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി അവിടെ അൽഫോൻസാമ്മയുടെ മറ്റേ കബറിടം ഉണ്ടല്ലോ, അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ചു കേട്ടോ. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല, നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ പുറകിലായിട്ടൊരു മീൻ കുളം ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് മെയിനായിട്ടും കുഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം അവിടെ വരുമ്പോൾ അറിയാം, 2-3 പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അവിടെ ഒരു കുളമുണ്ട്, മീനുണ്ടെന്നൊക്കെ അറിയാവേ. അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകാനായിട്ട് പോയതേ. അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേച്ച് പിന്നെ ഞങ്ങൾ വരികയില്ലായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു അപ്പുറത്തൊരു കിളിക്കൂടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയി കിളിയെ കാണാമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കിളിക്കൂടിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരമൊക്കെ നിന്നേച്ച് തിരിച്ച് പതിയെ പോരുന്നേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ദൈവം സഹായിച്ച് മഴയില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് എന്തായാലും ഈ സമയം വരെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കോട്ടൊക്കെ ഉണ്ട്, എന്നാലും മഴയൊന്നും പെയ്തിട്ടില്ല. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നാളെ നമ്മൾ നമ്മുടെ കട്ടപ്പന വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ എക്സാമും ഇൻറ്റേൺഷിപ്പും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നാൽ മതിയേ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പം ഞാൻ കൊണ്ടുവന്ന ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സിബൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തുറക്കുകയും അടയ്ക്കും ഇങ്ങനെ ചെയ്ത് അതിൻ്റെ സിബ് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈരാറ്റുപേട്ടയിൽ തയ്ക്കുന്ന ചേട്ടന്മാരുണ്ട് കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് പോയി ബാഗൊക്കെ തയ്ച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അരിത്രപ്പള്ളിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പം അരിത്രപ്പള്ളിയിലാണേലും പോകാറുണ്ട്. ഭരണങ്ങാനത്ത് പോകുന്ന പാലായ്ക്ക് വല്ലതും പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഭരണങ്ങാനം പള്ളിയിൽ ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ. അപ്പം അങ്ങനെ പള്ളിയിലും കയറി പ്രാർത്ഥിച്ചേച്ച് പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഒരു ബലൂൺ വേണമെന്നും പറഞ്ഞ് വഴക്കായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു സങ്കടം നമ്മൾ ഈ ഐസ്ക്രീം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. രാത്രിയായിട്ടോ. അപ്പോൾ ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ലപോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എതിരെ വരുന്ന വണ്ടിക്കൊക്കെ ലൈറ്റ് തെളിയുന്ന കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പാക്കിംഗ് ഉണ്ട്. പിന്നെ ചേച്ചിമാരുടെ വീട്ടിൽ കൂടെ ഒന്ന് പോകണം കേട്ടോ. കാരണം അവർക്കിപ്പം നാളത്തെ ക്ലാസ് ഉണ്ട്. പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഇങ്ങോട്ട് വരികയില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാക്കുമല്ലോ, എല്ലാവർക്കും ഇവിടെ നിൽക്കാനായിട്ടൊക്കെ വഴക്കുണ്ടാക്കുമേ. അപ്പോൾ പിന്നെ അവർക്ക് ക്ലാസ് മുടങ്ങൂല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മഴയൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ പോയി കാണാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അവരുടെ അടുത്തൂടെ പോകാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റംബൂട്ടാൻ്റെ തോട്ടമാണ് കേട്ടോ. വലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പണ്ടത്തെ അത്ര ഡിമാൻഡൊന്നും ഇല്ല, എന്നാലും ഇപ്പോൾ ഒരുപാട് എല്ലാ വീടുകളിലൊക്കെ ഉള്ളതുകൊണ്ടേ ആരും അങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇവിടെ ഒത്തിരി വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ.
അപ്പോൾ ഓരോ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ഒരു കോഴ്സ് എനിക്ക് എന്താ പറയുക 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ മിസ്സാകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഇടാൻ നോക്കാം കേട്ടോ മാക്സിമം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നാളെ നമ്മൾ അങ്ങ് കട്ടപ്പനയ്ക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം ബാക്കി വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.